വീടമ്മ, എന്റെ കൈ വീടമ്മ. നിങ്ങളുടെ മോള് കാട്ടിൽ പോയതിന് എന്റെ കൈ ഞാൻ പിടിച്ച് വലിച്ചോണ്ട് പോകുന്നത്. നീ കുറച്ച് ഉഷാറായിരുന്നെങ്കിൽ നിന്റെ അനിയത്തി ഈ സമയത്ത് കാട്ടിൽ പോവായിരുന്നോ? എല്ലാം നീ കാരണം. അവൾ ഉറക്കിൽ എഴുന്നേറ്റ് തടുക്കുന്നതിന് ഞാൻ എന്ത് ചെയ്തു അമ്മേ? അത് മാത്രല്ല, അവൾ നിന്റെ അടുത്തല്ലേ അമ്മ ഉണ്ടായിരുന്നത്. നിനക്ക് വേണമെങ്കിൽ ഗുളിക നിർബന്ധിച്ച് കഴിപ്പിക്കായിരുന്നില്ലേ? ഇനിയിപ്പോ എന്നെ പറഞ്ഞിട്ട് വേണം. നിനക്ക് എവിടെ നടി എന്നെ എതിർത്ത് സംസാരിക്കാൻ ഇത്രയും ധൈര്യം വന്നത്? അമ്മ, എന്നെ വിടമ്മ. എന്തിനാ എന്നെ അടിക്കുന്നത്? പോയിട്ട് നിങ്ങൾക്ക് നിങ്ങളെ മോളെ തേടാനുള്ള വഴി നോക്ക്. പാവം എന്റെ മോള്, അവളിപ്പോ എവിടെ ഉണ്ടാവോ എന്തോ. പാവം പേടിച്ചിട്ട് ഒരു വിധമായി കാണും. ഓ പിന്നെ, നിങ്ങളുടെ മോള് പേടിക്കാന്. അവളിപ്പോ ഉറക്കില് എവിടെയെങ്കിലും പോയി നടക്കുന്നുണ്ടാവും. അവൾക്ക് അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. മതി മതി, നീ ഒന്നും സംസാരിക്കണ്ട. എന്റെ പിന്നാലെ തന്നെ വാ. അവൾ എവിടെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. വാ. അയ്യോ, ഇതാരാ ഇങ്ങനെ വൃത്തികേട്ടിന് പാട്ട് പാടുന്നത്? കുറെ ദിവസമായില്ലേ ഇങ്ങനത്തെ വൃത്തികെട്ട പാട്ടൊന്നും കേൾക്കാതെ. ഹായ്, എന്റെ പുതിയ കസ്റ്റമർ. കൊറേ ദിവസമായി ആരെയും ഒന്ന് പേടിപ്പിക്കാതിരുന്നിട്ട്. ഇന്നെങ്കിലും ഒരാളെ കിട്ടി. ഇനി കുറച്ച് പേടിപ്പിച്ചിട്ട് തന്നെ കാര്യം. ലോലോ ലോലോ. എന്റെ മോ, ഇതൊക്കെ ഒരു പാട്ടാണോ? നിക്ക് മകളെ, നിനക്ക് ഞാൻ ഇപ്പം നല്ലൊരു പാട്ട് പാടിത്തരാം, കേട്ടോ? ലോലോ 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 ലോലോ. ഞാനാണ് ഭൂതം. എടി, നീ എന്നെ നോക്കിയാണോ പാടത്തെ കോലമെന്ന് പറഞ്ഞത്? നിനക്കിതാ വെച്ചിട്ടുണ്ട്. അയ്യോ, എന്നെ വെറുതെ വിടണേ, ഞാൻ ഭൂതമാണ്. അയ്യോ, എന്റെ 25 വർഷത്തെ ജീവിതത്തിൽ ഞാൻ ഇതുപോലെ ഒരു അടി ഏറ്റുവാങ്ങിയിട്ടില്ല. അയ്യോ, ഇതെന്തുവാ? നാരായണിയോ? ഇതെന്താ നാരായണി എന്ന് പറഞ്ഞിട്ട് പൂച്ചയാണല്ലോ കാണുന്നത്. അമ്മച്ചേ, രക്ഷിക്കണേ. അയ്യോ, എന്റെ ദൈവമേ, ഇതാരൊക്കെയായി പോകുന്നത്? എന്നെ ഒന്ന് മതിക്കുക പോലും ചെയ്യാണ്ട് എന്റെ പുറത്ത് ചവിട്ടിയിട്ടല്ലേ അവര് പോയത്. അയ്യോ. അമ്മേ, അതെന്താ അമ്മേ കാക്ക കരയുന്ന സൗണ്ട് ഒക്കെ കേൾക്കുന്നത്? അതാണ് കുറുക്കൻ. അയ്യോ അമ്മേ, നമുക്ക് തിരിച്ചു പോയാലോ? ഇവിടെ കുറുക്കനൊക്കെ ഉണ്ട് അമ്മേ. എനിക്ക് പേടിയാവുന്നു അമ്മേ. നിനക്ക് 10-20 വയസ്സായി, എന്നിട്ടൊക്കെ പേടിയാവുന്നത്രേ. നിന്റെ അനിയത്തിനെ വിളിക്കാൻ പോകുന്നതല്ലേ? അയ്യോ, എന്തായാലും അമ്മയുടെ അടുത്ത് കുടുങ്ങുക തന്നെയാ ചെയ്തത്. ഇനിയിപ്പോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അമ്മയുടെ പിന്നാലെ തന്നെ നടക്കാം. അമ്മേ, നിങ്ങളുടെ മോള് അവിടെയാണുള്ളത്. വാ, പോയി നോക്കാം. വാ. നീ ഇവിടെയാണോ ഉള്ളത്? നിക്ക്, ഞങ്ങൾ വരുന്നേ അവിടേക്ക്. അവളെ കണ്ട വേറെ സൊല്ലുങ്കേ, അവളെ കയ്യോടെ കുട്ടി വരുങ്കേ. അമ്മേ, അവിടെ നോക്കമ്മേ, അവള് മരത്തിന്റെ മണ്ടയിൽ കയറി നിൽക്കുന്നത്. അയ്യോ, ഇവളെന്താ ഈ മരത്തിന്റെ മണ്ടയിൽ ചെയ്യുന്നത്? ഇനിയിപ്പോ താഴെ വീഴോ? എടി, ഞാൻ പരീക്ഷയിൽ പൊട്ടാൻ വേണ്ടിട്ട് നീ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നിനക്ക് ഞാൻ വച്ചിട്ടുണ്ട്. നീ താഴെ ഇറങ്ങും. മോളെ പാറു, നീ അവിടെ നിന്ന് മെല്ലെ താഴെ ഇറങ്ങിയേ, അല്ലെങ്കിൽ